തൃശൂർ നഗരമധ്യത്തിലുണ്ടായ ഒരു കൊലപാതക കേസിലെ മുഖ്യപ്രതിയെ രണ്ടാഴ്ചക്കകം ആസാമിലെത്തി അതിസാഹസികമായി പിടികൂടിയ ഒരു പോലീസ് സ്റ്റോറിയാണ് പ്രേക്ഷകരോട് TCVക്ക് പങ്കുവയ്ക്കാനുള്ളത്. പ്രേക്ഷകർ ആ വാർത്ത കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 18-ന് തൃശൂരിലെ ഒരു പെൺവാണിഭ കേന്ദ്രത്തിലെത്തിയ ഒഡീഷ സ്വദേശിയായ ധൻപത് നായിക്കിനെ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു. ജൂൺ 20-ന് ഇയാൾ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 യുവതികൾ ഉൾപ്പെടെ മറ്റു പ്രതികളെ പോലീസ് പിടികൂടി. എന്നാൽ മുഖ്യപ്രതിയായ നൂർ ആലം ആസാം സ്വദേശിയായ ആസാമിലെ നൗഗവ് സ്വദേശിയാണ്. ഈ നൂർ ആലത്തിനെ പോലീസിനെ പിടികൂടാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു ടീം തന്നെ രൂപീകരിക്കുന്നു. കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ACP ശശിധരൻ എന്നിവരുടെ കീഴിൽ തൃശൂർ സിറ്റി പോലീസ് SHO കിരൺ സി നായർ, ASI ജയകുമാർ, CPOമാരായ സൂരജ്, അജ്മൽ, ഹരീഷ്, ദീപക് എന്നിവരടങ്ങിയ 6 അംഗ സംഘം ഈ ജൂൺ 26-ന് ആസാമിലേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ പ്രതിയെക്കുറിച്ച് വ്യക്തമായ ധാരണകളില്ല. അദ്ദേഹം എവിടേക്കാണ് പോവുക എന്നറിയില്ല. പക്ഷേ ഇവരുടെ കൃത്യമായ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിനെ പല സ്ഥലങ്ങളിലായി കാമുകിമാരുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരു കാമുകിയിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഇയാൾ ആസാമിലേക്ക് കടന്നത് എന്ന് പോലീസിന് മനസ്സിലായത്. ഇതേ തുടർന്ന് പോലീസ് ആസാമിലേക്ക് തിരിക്കുന്നു. അദ്ദേഹം ഫോൺ ഉപയോഗിക്കുന്നില്ല, മുഖ്യപ്രതി ഫോൺ ഉപയോഗിക്കുന്നില്ല. ഇവർ അവിടെ എത്തുമ്പോൾ ഈ പ്രതി ഉള്ള സ്ഥലം അതീവ ദുഷ്കരമായ ഒരു പ്രദേശമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്ന ഒരു ഗ്രാമമാണ്. ആസാമിലെ ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്ന ഒരു ഗ്രാമത്തിൻ്റെ പേര് കോപ്പുജാരി എന്നാണ്. ആ ഗ്രാമത്തിൽ ബ്രഹ്മപുത്ര നദിയോട് ചേർന്നുള്ള ഒരു ചതുപ്പ് മേഖലയിലാണ് ഈ വ്യക്തി ഒളിവിൽ കഴിയുന്നതെന്ന് മനസ്സിലാക്കുന്നു, ഇയാളുടെ സഹോദരൻ്റെ ഭാര്യയുടെ വീട്ടിൽ. എന്നാൽ ഇവിടേക്ക് പ്രവേശിക്കാൻ ഈ 6 അംഗ സംഘത്തിന് എളുപ്പമല്ല. കാരണം നക്സലുകൾ വിഹരിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവർ കേന്ദ്ര സേനയായ സശസ്ത്ര സീമാ ബലിനെ സമീപിക്കുന്നു. AK-47 അടക്കം ഉള്ള ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഇവർ അനുഗമിക്കുന്നു. ഒടുവിൽ ഈ പ്രതി ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. എന്നാൽ പോലീസാണെന്ന് തിരിച്ചറിഞ്ഞ ഈ മുഖ്യ പ്രതി നൂർ ആലം ഇവിടെ നിന്ന് ഓടി വെള്ളക്കെട്ടിലേക്ക് ചാടുന്നു. ഇതേ സമയം തന്നെ ഈ കേരള പോലീസിലെ 6 അംഗ സംഘത്തിൽപ്പെട്ട ചിലർ ഈ വെള്ളക്കെട്ടിനപ്പുറത്തും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീന്തി വന്ന് പ്രതിയെ പിടികൂടുന്നു. ഈ പ്രതിയെ പിടികൂടുന്ന ദിവസം ജൂലൈ 4, അതായത് സംഭവമുണ്ടായി 2 ആഴ്ചകമാണ് ഈ പ്രതിയെ പിടികൂടി തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും പോലീസിനെ അഭിമാനിക്കാം. ഒട്ടേറെ കേസുകളിൽ തങ്ങളുടെ മികവ് തെളിയിച്ചതാണ് കേരള പോലീസ്. ഈ ഒരു സംഭവത്തിൽ മുഖ്യപ്രതി ആസാമിലേക്ക് കടന്നപ്പോൾ എങ്ങനെ പിടികൂടാൻ സാധിക്കുമെന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. അവിടെയാണ് ഈ 6 അംഗ സംഘം തൃശൂർ ഈസ്റ്റ് SHO കിരൺ സി നായർ, ASI ജയകുമാർ, സൂരജ്, അജ്മൽ, ഹരീഷ്, ദീപക് എന്നിവർ ചേർന്ന് ആസാമിലെത്തി പ്രതിയെ അതിസാഹസികമായി പിടികൂടി തൃശ്ശൂരിലെത്തിക്കുന്നത്. കേരള പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. അഭിനന്ദനങ്ങൾ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ഷിബി പോട്ടോറിനോടൊപ്പം മുകേഷ് ലാൽ.